കുട്ടാ കുട്ടാ ആഹാ കൊള്ളാം. ഇതുവരെ കുളിക്കാൻ തുടങ്ങിയില്ലേ? ഇല്ല, ഇതില് വെള്ളം വന്നില്ല, കംപ്ലൈന്റാ. ആ അതാണോ കാര്യം? മോളെ, കുട്ടൻ എവിടെ? അവൻ എന്താ പറ്റിയേ? അവൻ നിലവിളിക്കുന്ന കേട്ടല്ലോ. കുട്ടൻ കുളിക്കുവാ. തനിച്ചോ? അതും ശീലിക്കണമല്ലോ. എല്ലാ കാര്യത്തിനും എപ്പോഴും ഒരാളുടെ സഹായം വേണ്ടി വന്ന കുട്ടന് സ്വയം ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും കുട്ടൻ മറന്നുപോകും. അത് ചെയ്യാൻ കുട്ടന് സാധിക്കാതെ വരും. അതുകൊണ്ട് സകലതിനും കുട്ടനെ സഹായിക്കാൻ മുതിരാതെ കഴിയുന്നതും കുട്ടനെ കൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യിപ്പിക്കണം. അപ്പോ കുട്ടൻ കുറെയൊക്കെ നോർമലാവും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ, ദേവിക പറയുന്നതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, അപ്പൊ അവൻ നിലവിളിച്ചതോ? ഒന്നുമില്ല. കുളിക്കുന്നതിനിടയില് കുട്ടൻ ഹോട്ട് വാട്ടറിന്റെ ടാപ്പ് തുറന്നു. ആ വെള്ളം എടുത്ത് ദേഹത്തൊഴിച്ചു. ചൂടുവെള്ളം ദേഹത്ത് വീണപ്പോഴാ കുട്ടൻ നിലവിളിച്ചത്. ഞങ്ങള് പേടിച്ചുപോയി. അല്ല, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ടാപ്പ് എങ്ങനെയാ തുറക്കണ്ടെന്നൊക്കെ ഞാൻ കുട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മലക, അമ്മേ, ഞാൻ കുളിച്ചു. ഞാൻ തനിച്ചാ കുളിച്ച, അറിയോ? ആ, ആണോ? മിടുക്കനാണല്ലോ അമ്മയുടെ മോൻ. ദേ, തലയൊക്കെ നന്നായി തോർത്തിയേ. ഇനി സിദ്ധു ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ഞാൻ വേഗം വരാട്ടോ. സ്വന്തം കാര്യങ്ങൾ സ്വയം നോക്കാൻ കുട്ടനെ നമ്മൾ പരിശീലിപ്പിച്ച കുട്ടന്റെ അസുഖം കുറെയൊക്കെ മാറുന്ന എന്റെ ഒരു വിശ്വാസം. ഞങ്ങൾക്കും അത് തന്നെയാ ശരിയെന്ന് തോന്നുന്നുണ്ട്, അല്ലേ മഹേട്ട? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. അത് ശരിയാ. ഇനി ഒന്നും പറയാനില്ല. ദേവികയുടെ യുക്തിക്കനുസരിച്ച് സിദ്ധുവിനെ പരിചരിച്ചു. മഹേട്ട, കുട്ടനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തി എടുക്കണം. മലകെ, നന്നായിട്ട് ചുമന്നിട്ടുണ്ടല്ലോ. എന്താ ഇവിടെ ഒരു ബഹളം കേട്ടല്ലോ? എന്താ സംഭവിച്ചത്? സിദ്ധുവേട്ടന്റെ ദേഹത്ത് സൂപ്പ് വീണതാ മുത്തശ്ശി. സൂപ്പ് വീണെന്നോ? എങ്ങനെയാ? ദേവികേച്ചി സിദ്ധുവേട്ടന് സൂപ്പ് കൊടുക്കുമായിരുന്നു. അന്നേരം എങ്ങനെ ദേവികേച്ചിയുടെ കയ്യിൽ നിന്ന് സൂപ്പ് സിദ്ധുവേട്ടന്റെ കയ്യിൽ വീണു. സിദ്ധുവേട്ടന്റെ കയ്യിൽ മാത്രമല്ല, ദേവികേച്ചിയുടെ കയ്യിലും വീണു. സിദ്ധുവിനെ ആഹാരം കഴിപ്പിക്കുമ്പോ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? നീ അത് കേട്ടില്ല. ശ്രദ്ധിക്കാൻ പറഞ്ഞ ശരിക്ക് ശ്രദ്ധിക്കണം, അല്ലാതെ അഹങ്കാരം കാണിക്കല്ല വേണ്ടത്. അമ്മേ, അറിയാതെ സംഭവിച്ചു പോയതല്ലേ? അറിഞ്ഞോ അറിയാതെയോ അതൊന്നും എനിക്ക് കേക്കണ്ട. ഇവന്റെ കാര്യത്തിൽ ഒരലംഭാവവും ആരും കാണിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ദേവിക. ഇവനെ നന്നായിട്ട് നോക്കാനാ നിന്നെ താലി കെട്ടി ഇവിടോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഇവൾക്ക് ഓർമ്മ വേണം. മലക കരയാ? മലക കരയല്ലേ? മുത്തശ്ശി ഇപ്പൊ എന്തിനാ മലക കരയിച്ചേ? എന്തിനാ മലക വഴക്കുറഞ്ഞേ? അല്ല മോനെ, അത് വേണ്ട. ആരും ഇവിടെ എന്റെ മാലാകെ വഴക്കുറയണ്ട. വഴക്കുറയാൻ ഞാൻ സമ്മതിക്കൂല. പുള്ളിത് എനിക്കല്ലല്ലോ, മാലാകല്ലേ. ദേ കണ്ടില്ലേ ദൂരെ പുള്ളിന്ന് നോക്കിയേ? പാവം വേദനിച്ച് നിൽക്കാൻ മുത്തശ്ശി. അപ്പോഴാ മുത്തശ്ശി വഴക്കും കൂടി പറയണേ. ഇനി മാലാകെ വഴക്ക് പറഞ്ഞാണ്ടല്ലോ, ഞാൻ മുത്തശ്ശിയോടാ പിണങ്ങാൻ പോണേ.
മലകെ മലയ്ക്ക് ഒത്തിരി വേനിക്കണ്ടാവൂലേ? മല കരയണ്ട, ഞാനിപ്പ വരേ.